എല്ലാവർക്കും ഒരു ഹായ്. പോയി ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമ സീരീസിൻ്റെ എപ്പിസോഡ് 80 ഒക്കെ പോയി. എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഇഷിയാനും സിയോനും ഷിയോയാനും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവൻ വരാത്തത് എന്താണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവനും അങ്ങോട്ട് വരുന്നത്. ഇഷിയാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ പിൽസ് അത് കാണിച്ച് ഇത് മതിയാകും ബോഡി സാൽവേ കിട്ടാൻ. ഇഷിയൻ അപ്പോൾ ആ മിസ്റ്റീരിയസ് മാൻ ആൾക്കാർ വന്നിരുന്നു, അതുപോലെ തന്നെ മോട്ടിയൻഷ്യൻ എന്നൊരാളും വന്നിരുന്നു എന്ന് പറയുന്നത്. ഡീമൻ വാലിയുടെ ഫെങ്ങിയൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണ് എന്ന് അവർക്ക് ഇതുവരെയായിട്ടും മനസ്സിലായില്ല. എന്നാൽ ആളുടെ സ്ട്രെങ്ത് ഡൗസങ് 4 സ്റ്റാർ ആണ് എന്നുകൂടി പറയുന്നുണ്ട്. സിയാനി പിൽസ് എവിടെ ഇരുന്നാണ് നോക്കുന്നത്. അവളത് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ മറന്നു, അവൾ പിണങ്ങിയിരിക്കുമ്പോൾ ഇപ്പോഴാണ് ഓർത്ത് എന്ന് പറഞ്ഞു കൊടുത്ത് അത് അവൾ കഴിച്ചിരിക്കുന്നു. ഇഷ്യനപ്പോൾ നാളെയാണ് ഓഡിഷൻ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ആ ഓഡിഷൻ്റെ അതെന്നത് ഒരു വലിയ ഓഡിഷൻ കൂടിയാണ്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഷിയോന് പറയുന്നുണ്ട് ബോഡി സാൽവിക്ക് വേണ്ടിയാണ് എല്ലാവരും വന്നിരുന്നത്. അതുപോലെ അവിടെ ഷിയോലിയും ഉണ്ട്. ഫെങ്ങിയൻ ആ ആൽക്കമിസ്റ്റ് അത് അവനാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം ആ മിസ്റ്റീരിയസ് മാനിന്. അങ്ങോട്ടപ്പോൾ മോട്ടിയൻഷൻ വന്നിട്ട് ഇൻട്രോഡ്യൂസ് കൊടുക്കുന്നു. പ്രധാനമായിട്ടും പറയുന്നുണ്ട് ആരെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നല്ല അടി കിട്ടും. എന്നിട്ട് ഓഡിഷൻ തുടങ്ങി ഒരുപാട് പേര് ട്രഷർ കൊണ്ടുവന്നു. അതിലാദ്യം കാണിക്കുന്നത് ഒരു ബാറ്റിൽ കോമ്പാക്ട് റൂളർ സ്കില്ലാണ്. അതെന്നത് റൂളറിന്റെ നെക്സ്റ്റ് ലെവൽ അല്ലെങ്കിൽ എവോൾവ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന പോലെ ഒരു എർത്ത് ലെവൽ ടെക്നിക്കാണ്. അത് ഷിയോന് വളരെയധികം ഉപകാരമാണ്. ഇഷ്യനോട് അത് പറയുന്നുണ്ട്. അതിന് ബിഡ് വെക്കണം 1.8 ലാക്ക് ഗോൾഡ് കോയിനാണ്. 1 ലാക്ക് വെച്ച് കൂട്ടുകൂട്ടി വിളിക്കണം. അത് ഷിയോയൻ ബിഡ് വെക്കുന്നു. അത് കിട്ടാൻ ഒരുങ്ങുമ്പോണ്ട് അത് ഷിയോലി തിരിച്ചു വെച്ച് അത് ഷിയോയന് ഉപകാരമാണ് എന്ന് മനസ്സിൽ ആൾക്കംസ്റ്റന് കിട്ടാതെ നോക്കും എന്നാണ് ബാക്കിയുള്ളവർ അവിടെ ഉള്ളവരും പറയുന്നുണ്ട്. ഒരു ഡൗസോങ്ങിനെയൊക്കെ എതിർക്കാനായിട്ടാണ് നോക്കുന്നത്. ഷിയോന് മനസ്സിലായി അത് അവന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡ്രോപ്പ് ചെയ്തു. അത് ഷിയോലിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഒരുപാട് ട്രഷർ വരുന്നു പോകുന്നു. അത് കുറച്ച് നേരം ഷിയോയൻ അപ്പോഴാണ് അവിടെ ഒരു ഓൾഡ് മാൻ ഇരിക്കുന്നത് കാണുന്നത്. അത് ആരെന്നറിയാൻ വേണ്ടി നോക്കുമ്പോൾ ആ സൈറ്റ് അത് ബ്ലോക്ക് ആക്കി ഒരു ഡൗസോങ് എന്നത് മനസ്സിലായി. അവിടെ ഉള്ളവർ അത് ആരാണെന്ന് പറയുന്നുണ്ട്. ഇങ്ഷാൻ എന്നാണ് അയാളുടെ പേര്. ഓൾഡ് മാൻ തന്നെ കൂട്ടാം. അത് കഴിഞ്ഞ് ഒരെണ്ണം എടുക്കണം. അതിന്റെ പ്രസൻസ് പോലും സിയാനെ എന്തോ പോലെയാക്കി. അത് കാണിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു മാജിക്കൽ ബീസ്റ്റ് ആണ്. സിയാനോട് കാര്യം ചോദിക്കുമ്പോൾ അത് വന്നപ്പോൾ മുതൽ എന്തോ എനിക്ക് ഡിസ്റ്റർബ് ആയതുപോലെ. സിയോയൻ മനസ്സിലാണെങ്കിൽ ഇനി ഇവൾക്കുമായിട്ട് റിലേറ്റഡ് ആയ എന്തെങ്കിലും ആകും. എന്ത് തന്നെയായാലും അതിലെ വിങ്സ് അത് അവന്റെ പർപ്പിൾ വിങ്സിനെ എവോൾവ് പോലെ ആക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് ഉപയോഗിച്ച് സ്പീഡിൽ വളരെയധികം കൂട്ടാൻ കഴിയും. എവോൾവ് ആകുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതുപോലെ. മോട്ടിൻസിന് പറയാൻ തുടങ്ങി ഇത് ഡെഡ് ആവുന്നതിന് മുൻപ് ഡൗ വെനറേറ്റ് ലെവലിലേക്ക് കയറിയതാണ്. അതായത് 8 ലെവൽ മാജിക്കൽ ബീസ്റ്റ് ആണ്. അതിനുള്ളിലെ മാജിക്കൽ കോറ അത് എത്രമാത്രം ഉപകാരമാണെന്ന് പറയണ്ടല്ലോ. എല്ലാവരും വള എന്ന് പറയാതാ ബെഡ് പോയി പറയാടോ. ഫുള്ള് പറയാൻ നോക്കിയതാ. ഇത് സാധാരണ രീതിയിൽ ബെഡ് വയ്ക്കാൻ കഴിയില്ല, ഈ എക്സ്ചേഞ്ചിലൂടെ മാത്രമേ കഴിയൂ. ഇതിന് തുല്യമായത് എന്താണ് എന്ന് എനിക്ക് തോന്നിയ അത് ബെഡായിട്ട് എടുക്കും. ഒരുത്ത എർത്ത് ലെവൽ കോമ്പാറ്റ് വയ്ക്കുമ്പോൾ പറ്റില്ല. ഫെങ്ങിയൻ എർത്ത് ലെവൽ ഫയർ ആയിട്ടുള്ള ഒരു സ്ക്രോള് അതെന്നത് വളരെ പവർഫുൾ ആയ ഒരു ഗ്രന്ഥമാണ്. ഷെവല്യ ഫ്ലെയിമിനെ പോലെ ഉപയോഗിക്കാൻ കഴിയും. അറ്റാക്കിംഗ് സ്ട്രാറ്റജി ഒക്കെ കൂട്ടാനും കഴിയും. അങ്ങനെ എന്തൊക്കെ പറയുന്നു. എന്നാൽ അത് സമ്മതിച്ചില്ല. ഡീമൻ വാലി ആയിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതിനേക്കാൾ നല്ലതുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ വേണ്ട. ഷിയോയൻ 3 കോമ്പാറ്റ് സ്കില്ലിന്റെ പില്ലും ഒരു എംപറർ പില്ലും. അത് പറയുമ്പോൾ മോട്ടിവേഷൻ ബ്രദർ അറിയാലോ ഇതിന്റെ മൂല്യം. എംപറർ പില്ല് വളരെ ഉപകാരമാണ്. എങ്കിലും 5 എണ്ണമാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഷിയോയൻ എന്നാൽ 5 എണ്ണം 5th ഗ്രേഡ് പില്ല് അതുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. 3 എണ്ണമാണെങ്കിൽ ഓക്കെ. അത് ആലോചിച്ചിട്ട് സമ്മതിച്ചു. എല്ലാവർക്കും അതിശയം. എംപറർ പിൽസ് അതിന്റെ കൂടെ കോമ്പാറ്റ് സ്കില്ല് അങ്ങനെ വളരെയധികം വാല്യൂ ഉള്ള പില്ലാണ് എന്നത് ഓർക്കണം. അത് കഴിഞ്ഞ് എല്ലാവരും ഓഡിഷനിൽ വന്നത് എന്താണോ അതാണ് ഇനി വരുന്നത്. ബോഡി സാൽവിയ അത് കൊണ്ടുവരുന്നത്. എല്ലാവരുടെ കണ്ണോ അതിലേക്കായി. അത് പ്രധാനമായതുകൊണ്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെ സ്വഭാവം അതറിയാവുന്നത് കൊണ്ട് തന്നെ അത് ഷീൽഡ് വെച്ച് അതിനുള്ളിൽ ഒരു സ്പേസ് പോലെ ഉണ്ടാകുന്നു. അതിനുള്ളിൽ നടക്കുന്ന എന്താണ് അത് പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതിനുള്ളിൽ വന്ന് ഇതിന് തുല്യമാണ് എന്താണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ബെഡ് വയ്ക്കുക. ഓരോരുത്തരായിട്ട് വരാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു പോയി. ഷിയോലി ആദ്യം ചെല്ലുന്നു, പറ്റിയില്ല. എൽഡർ ക്യൂൻ പോകുന്നു, പറ്റിയില്ല. നിരാശയോടെ വരുന്നു. അപ്പോൾ ആ ഓൾഡ് മാൻ ഇങ്ഷാൻ പോകുന്നു. അയാളൊരു ഡൗസോങ് ആണ് എന്നത് അവിടെ ഉള്ളവർ പറയുകയാണ്. അയാളോട് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഡാക്കളവനെ സെലക്ട് ചെയ്തത് എന്നൊക്കെ സംസാരം. ശിവൻ പോകുമ്പോൾ അവർ ഓൾ ദ ബെസ്റ്റ് കൊടുക്കുന്നു. ശിവനകത്തോട്ട് വരുമ്പോൾ ഞാൻ ശബോ നിങ്ങൾ വരുമെന്ന് അറിയാമായിരുന്നു, എന്താണ് വിട്ടുവയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ 6th ഗ്രേഡ് സോങ് ബ്രേക്കിംഗ് ബില്ല്. അതുകൊണ്ട് അവർക്ക് അതിശയം. അതുപോലെ മനസ്സിൽ മോയ അവനെ ഡൗസോങ്ങിലേക്ക് ബ്രേക്ക് ചെയ്യാൻ ഇത് ഉപകാരമാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നു. അവന് വെളിയിൽ വന്ന് നിൽക്കുന്നു. ഇഷാനോട് വരണ്ട എന്ന രീതിയിലൊരു ആക്ഷൻ. അകത്താട്ട് ഓൾഡ് മാൻ വെച്ചത് റീലൈഫിംഗ് പില്ലാണ്. അതെന്നത് 2nd ലൈഫ് കൊടുക്കും. ഡെഡ് ആയാലും ഒരു ലൈഫ് കൂടി കാണുമെന്ന്. പിന്നെ അതൊരു 7th ഗ്രേഡ് പില്ല് കൂടിയാണ്. അവസാനം എന്തോന്ന് തീരുമാനിച്ച് പുറത്ത് വന്നിട്ട് ബോഡി സാൽവിയ അത് ഷിയോയനുള്ളതാണെന്ന് പറയുന്നു. അത് കേട്ട് ഓൾഡ് മാനെ പിടിച്ചില്ല. എൽഡർ ക്യൂ അത് എടുക്കാനായിട്ട് വരുമ്പോൾ ഓൾഡ് മാൻ അത് ഓടിച്ചെന്ന് എടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് നോക്കുന്നു. മോട്ടൻഷൻ അടിക്കാൻ നോക്കി. എന്നാൽ അതിനു മുമ്പ് എസ്കേപ്പ് ആയി.
മോട്ടേഷനാണെങ്കിൽ അപമാനമായി പോയി. അവരെ വഴക്ക് പറയുകയാണ്. അവരുടെ ബ്ലാക്ക് എംപറർ സെറ്റ് അതുണ്ടായിട്ടും അവനെ പിടിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നത് പറഞ്ഞ് മോയ വന്നിട്ട് ഞാൻ പോട്ടെ എന്ന് ചെയ്യുമ്പോൾ വേണ്ട. അപ്പം ഇങ്ങോട്ട് ഒരുത്ത വന്നിട്ട് ഓൾഡ് മാനെ കണ്ടുപിടിച്ചു എന്ന് പറയുകയാണ്. ഈ സമയത്ത് ആളെ പിടിക്കാനായിട്ട് ഒരുപാട് ഡീമൻ വലിയുള്ളവർ വന്നു. എന്നാൽ വന്നവരെയൊക്കെ ഒരു ഡൗക്കി ടെക്നിക്ക് ഉപയോഗിച്ച് കൊന്നളഞ്ഞു. 12 പേരെ ഒരുമിച്ച് കൊന്നളഞ്ഞു. അത് ശിവയൻ സോൾ പവർ വെച്ച് കാണുന്നുണ്ടായിരുന്നു. അത് ബ്ലോക്കാക്കി ആ നടന്നത് പറയുകയും ചെയ്യുവാണ്. ഇനി എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം എന്ന് പറഞ്ഞ് പോകുന്നു. ഈ സമയത്ത് ഡീമൻ വാലിയിലെ ആ ഫെന്യാനും ആ മിസ്റ്റർമാനും അവരുടെ ആൾക്കാരെ ഡെഡായി കിടക്കുന്നത് കണ്ട് നിൽക്കണം. അയാൾ കുറച്ച് പാടാണ് എന്ന് പറയുമ്പോഴാണ് ആ മിസ്റ്റർമാൻ എന്തോ തോന്നിയിട്ട് ഒരു അവറ അതുകൊണ്ട് അത് ശിവയൻ മറിഞ്ഞു നിൽക്കുകയായിരുന്നു അവർക്ക് കൊണ്ടു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരുവാണ്. കാര്യം ചോദിക്കാൻ ഫെന്യാൻ ആ ഓൾഡ് മാൻ ബോഡി സാൽവയെ കൊണ്ടുപോലു അത് ശിവയന് അല്ല യാൻഷോയ്ക്ക് കിട്ടേണ്ടതല്ലേ, ഹെൽപ്പ് ചെയ്യാം എന്ന് കരുതി. ഉദ്ദേശം മനസ്സിലായതുകൊണ്ട് തന്നെ വേണ്ട എന്ന് പറഞ്ഞു പോകുന്നു. ഫെങ്ങിനാണെങ്കിൽ ദേഷ്യം. അപ്പോൾ ആ മിസ്റ്റർ മാൻ സംസാരിച്ച് കളയേണ്ട കാര്യമില്ല. എന്നിട്ട് ഷിയോയനും ഇഷാനും സിയാനും കൂടി ആ കൊന്നവരുടെ അടുത്തെത്തിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. ആദ്യം നമുക്ക് എൽഡർ ക്യുവാൻ്റെ അടുത്തേക്ക് പോകണം, അവരെ ഹെൽപ്പ് വാങ്ങണം എന്ന് പറയുമ്പോൾ സിയാൻ എന്തോ വേണ്ട എന്ന പോലെ ഷിയോൻ എന്തൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോഴാണ് വേറെ സ്ഥലത്ത് എൽഡർ ക്യുവാനും ഷിയോ സെക്റ്റും വരുന്നത്. അവരാ നടന്നത് പറഞ്ഞു വരുമ്പോഴാണ് ആരോ വരുന്നെന്ന് മനസ്സിലായി. അവരെല്ലാവരും ഒരു അറ്റാക്ക് നിന്ന പോലെ റെഡിയായി. ആരാണെന്ന് ചോദിക്കുമ്പോൾ ഷിയോൻ വന്നിട്ട് ആ മാസ്ക് പറ്റി ഫസ്റ്റ് എൽഡർ ഞാൻ വന്നു അവനെ കണ്ട് ഹാപ്പി ആയിട്ട് കാര്യമൊക്കെ ചോദിക്കുന്ന ആൾക്കമിസ്റ്റ് ഷിയോനാണെന്ന് പറഞ്ഞപ്പോൾ അല്ല മനസ്സിലായപ്പോൾ അവർക്കും അതിശയം. ഇഷാൻ ആരാന്ന് പറഞ്ഞിട്ട് അവൾക്ക് പരിചയപ്പെടുത്തുന്നു. അവൾക്ക് ആണെങ്കിൽ ബ്രദർ ഷൗലി എന്നൊക്കെയാണ് പറയുന്നത്. ഷിയോയാണ് ഇവിടെ എന്താ ഇപ്പൊ ഇത്ര റെസ്പെക്ട് എന്നാ പോലെ ഒരു ഡൗസ് ആൻസസ്റ്റർ ആണല്ലോ. എൽഡർ ക്യുവാനാണെങ്കിൽ അപ്പോൾ ഇതാരെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ കളിയാക്കുമ്പോൾ ഡക്കളവ എന്ന് പറഞ്ഞ് സിയാൻ അവള് ഡൗസോങ്ങിലേക്ക് കയറി അല്ല ഡൗ ഹുവാങ്ങിലേക്ക് കയറി എങ്കിലും അവളിപ്പോഴും ഒരു കുട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ കളിയാക്കുന്നത്. സിയാന് ദേഷ്യം വന്ന് എന്തൊക്കെ കാണിക്കുമ്പോൾ ഇഷ്യാൻ അവളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പിൽസ് ഒക്കെ കൊടുത്ത് കൂടാക്കുന്നു. സിയാൻ അപ്പോഴാണ് ആ ബോഡി സാൽവ്യ അത് കിട്ടണം അതിന് ഹെൽപ്പ് ചെയ്യാനാണ് വന്നത്. അവളുടേത് വേഫുൾ പോയിസൺ ആണ്, അത് കൺട്രോളിലാക്കാൻ അതിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് അവളെ പെട്ടെന്ന് ഡൗസോങ്ങിലേക്ക് കയറിയത് എന്ന് പറയുകയാണ്. എൽഡർ ക്യുവാൻ എന്നാൽ വേഫുൾ പോയിസൺ മോസ്റ്റ് ടെറിഫിക്കായ പോയിസൺ കൂടിയാണ്. അതാരും തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എക്സ്പ്ലോഷൻ ആവുകയാണെങ്കിൽ 1000 മൈൽസെങ്കിലും അതിന്റെ എഫക്റ്റ് ആണ്. അതിനുള്ളിൽ എല്ലാവരും സ്പോട്ടിൽ ഡെഡാകും. അതിന് ഷിയോന് അങ്ങനെ ഒരു അവസ്ഥ അവൾ മറികടന്നു. എങ്കിലും വന്നുകൂട്ടാതിരിയില്ല. ആ അവസ്ഥ ഇനി വരുത്തിക്കാതെ നോക്കുവാണ്. ഈ സമയത്ത് ആ ഓൾഡ് മാന് ഡീമൻ വാല്യൂ ഉള്ളവർ കണ്ട് മീൻസ് ഫെങ്ങിയാൻ ആ മിസ്റ്ററി മാന അവരിൽ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നു. അപ്പോഴാണ് ഓൾഡ് മാൻ്റെ ഔറ അതെന്തോ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നിയത്. ഷിയോനും ഓൾഡ് മാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് റെഡിയാക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ആ ഓൾഡ് മാൻ വരുമ്പോൾ ബ്ലോക്ക് ആക്കി നിൽക്കുന്നു. 2 ഡൗസോങ് തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഷിയോൻ പറയക്കൂടെ വന്നു ഒറ്റ അറ്റാക്ക് മീൻസ് ഒറ്റ അടി. അത് തടയുമ്പോൾ ഇഷ്യാനും കൂടി ചേർന്ന അറ്റാക്ക്. അതുപോലെ സിയാൻ അടിക്കുന്നു. അവിടെ നിന്ന് അങ്ങനെ എസ്കേപ്പ് ആയി പോവാണ്. അപ്പോൾ സിയാന് ആ സമയത്ത് മനസ്സിലായി ഇയാളുടെ അവർ അത് സ്റ്റേബിൾ അല്ല, ഇയാളുടെ ഡൗസോങ്ങിലേക്ക് കയറിയത് നേരെ ചൊവ്വയില്ല എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അറ്റാക്ക്. അത് കുറച്ചു നേരം കഴിയുമ്പോൾ ആ ഓൾഡ് മാൻ സ്പ്ലിറ്റ് ആയിട്ട് മീൻസ് ഒരുപാട് ക്ലോൺസ് ഉണ്ടാക്കിയിട്ട് 5 വശത്തായിട്ട് പോകുന്നു. ഓരോരുത്തരെ പിടിക്കാനായിട്ട് ഷിയോനെ പറഞ്ഞു വിടുന്നു. പിന്നെ ഇഷ്യൻ ഒരു ക്ലോണിനെ അടിക്കുന്നു. അത് ക്ലോണാണോ യഥാർത്ഥമാണെന്ന് അറിയില്ല. ഇഷ്യനെ അടിക്കുന്നു. അതുപോലെ തന്നെ സിയാൻ ഒരുത്തൻ അടിക്കുന്നു. എൽഡർ ക്യുവാൻ ഒരാളെ അവിടെ വെച്ചടിക്കുന്നു. അവസാനം ഷിയോനും ഒരുത്തൻ അടിക്കുന്നു. ആ 5 ഒരെണ്ണം മാത്രമാണ് ഒറിജിനൽ. അത് ആരാണെന്ന് അവർക്കറിയില്ല. അങ്ങനെ ഓരോരുത്തരായിട്ട് ഫൈറ്റ് ചെയ്യണം. ഷിയോന്റെ മുന്നിൽ ഒരു ഓൾഡ് മാൻ ഉണ്ടല്ലോ, അയാളുടെ അറ്റാക്ക് ലിക്വിഡ് പോലെ ഉള്ളത് പ്ലാന്റ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നത് ഷിയോൻ ഗ്രീൻ ഫ്ലെയിം വെച്ച് തടഞ്ഞു. എങ്കിലും പിന്നും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഏറ്റവും ടൈലിൽ പിന്നും ആ ലിക്വിഡ് പ്ലാന്റ് പോലെയുള്ളത് വിടുമ്പോഴാണ് ഷിയോയൻ ആ റൂളറിൽ പവറെല്ലാം കൂടെ കയറ്റിയിട്ട് സുനാമി എന്ന് പറഞ്ഞ ക്രോസ് അത് വിടുന്നത്. അത് ഒരുപാട് നേരം പിടിച്ചെടുക്കാൻ നോക്കിയെന്ന് അവസാനം കഴിഞ്ഞില്ല, അതിൽ വീണു. അതെന്നാൽ ഒറിജിനൽ ബോഡി അല്ലായിരുന്നു. ഇഷ്യൻ വന്ന് കുഴപ്പമില്ലല്ലെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് എൽഡർ ക്യുവാനും സിയാനും വരുന്നത്. അവരുടേതുമല്ല, ഇനി ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അതാണ് ഒറിജിനൽ, എന്നത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അയാൾ എവിടെ ഉണ്ടെന്ന് ഞാൻ നോക്കാം. ഷിയോയൻ ഒരു അവർ വെച്ച് ആ ആള് എവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അത് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് ഇഷ്യനോട് സിയാനോട് വരാനായിട്ട് പറയുകയാണ്. കാരണം എൽഡർ ക്യുവാൻ ചോദിക്കുന്നത് ഞാൻ എന്താ വരാത്തേന്ന്. അതിന് പറയുന്നത് ഈ ക്ലോൺസ് അത് എപ്പോൾ ആണെങ്കിലും ഡിസപ്പിയർ ആയി പോകാം. ഈ ക്ലോൺസിൽ എന്തോ പ്രത്യേകതയുണ്ട്, അത് നോക്കാനായിട്ടാണ് പറയുന്നത്. അവരോട് സൂക്ഷിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നു. എൽഡർ ക്യുവാൻ ഇയാൾ എന്തൊക്കെയോ ട്രിക്ക് കാണിക്കുന്നേ, അവർ സേഫായിരുന്നാൽ മതി എന്ന് പറയണം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.